പ്രിയമുള്ളവരെ, പ്രൊപ്വൈസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത്. കാര്യം, ഇന്ന് CUET PG എൻട്രൻസ് എക്സാമിനേഷൻ ആരംഭിക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. CUCET എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്ന് CUETയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നത്, വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പരീക്ഷയെ നേരിടുന്നത്, അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രൊപ്പോയ്സിൻ്റെ കൂടെ നമ്മൾക്കിന്നറിയാം. സോ നമുക്ക് നേരെ കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരുള്ള മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം. പേരെന്തായിരുന്നു? അഭിമന്യു. ഏത് സബ്ജക്റ്റിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. പേരെന്തായിരുന്നു? നേഹ. ഏത് വിഷയത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. അപ്പം പേപ്പർ ഒക്കെ വളരെ നല്ല രീതിക്ക് നല്ല സിമ്പിളായിരുന്നു. ലോജിക്കൽ റീസണിംഗ് ഒന്നും അധികം വന്നിട്ടില്ല, ജനറൽ നോളജാണ് വന്നത്. പിന്നെ ഡൊമെയിൻ സബ്ജക്റ്റ് ആണെങ്കിലും ലൈക്ക് നമുക്ക് അറിയുന്ന സാധനം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ എളുപ്പമായിട്ടാണ് തോന്നിയത്. പേരെന്തായിരുന്നു? സുന്ദൂസ് എന്നായിരുന്നു പേര്. ഏത് സബ്ജക്റ്റിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഒരു വർഷം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഓർമ്മയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പേരെന്തായിരുന്നു? അമൽ. അമൽ. എവിടെ അമലിൻ്റെ വീട്? ഞാൻ ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ, കുറ്റിക്കാട്ടൂർ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ജനറലി അത് നോക്കിന്, പിന്നെ അറിയില്ല എന്താ അവസ്ഥ അറിയില്ല. ഉണ്ടാവും. ഏത് വിഷയത്തിലാണ് എക്സാം എഴുതിയത്? ഞാൻ MSc യോഗയ്ക്ക് അവിടുത്തെ. പേരെന്തായിരുന്നു? ദഹീൻ. എവിടെയാ നാട്? നാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് കോഴ്സിനായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? MA ഇംഗ്ലീഷ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ജനറൽ സെക്ഷനാണ് പിന്നെ തീരെ ബന്ധമില്ലാത്ത ഭാഗങ്ങൾ വന്നത്. പൊതുവെ ഒരു ഈസി ആണോ ഹാർഡാണോ അതോ മോഡറേറ്റ് ആണോ? സിലബസ് ഓറിയൻറ്റഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, കേരളത്തിന് പുറത്തു നിന്നാണ് ആഗ്രഹം. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി. NTയോട് ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഫൈൻ, ഓക്കെ, താങ്ക്സ്. പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിൻ. ഏത് വിഷയത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഭാഗങ്ങളിലുണ്ട്. കുറേ ഭാഗങ്ങളിലുണ്ട്. IIQ നന്നായിട്ട് നോക്കിയ ഒരാൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ ഈസി ആവും. പിന്നെ ഏകദേശം 2018, 2021 ആ ടൈമുള്ള ഉള്ളാന്ന് തോന്നുന്നു കാണുന്നത്. പിന്നെ കുറച്ച് 25 ആദ്യത്തെ ക്വസ്റ്റ്യനില്ലേ, പാർട്ട് എ, അത് മൊത്തം കുറേ മാത്സ് ആണ്, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് അതാണ് വരുന്നത്. ഒരു എക്സാം ഈസി ആണോ ഹാർഡാണോ മോഡറേറ്റ് ആണോ? ഒരു മീഡിയം എന്ന് പറയാം. എവിടെയാ വീട്? ചേളന്നൂർ. ഏത് സബ്ജക്റ്റിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല, കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്തിരുന്നു. നന്നായിട്ടുള്ള ഒരു മോഡറേറ്റ് ആണ് എക്സാം എന്ന് പറഞ്ഞിരുന്നു. അമിത്. സ്വദേശം എവിടെയാ? സുധൻ ചെറുപ്പം ഇവിടുന്ന് കോഴിക്കോട്. ഏത് വിഷയത്തിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? PG. ഏത് യൂണിവേഴ്സിറ്റിയാണ് അഡ്മിഷൻ കിട്ടണം? ഓക്കെ, പ്രിഫേർഡ് യൂണിവേഴ്സിറ്റി ഏതാ? അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി? ആഗ്രഹമുള്ള അങ്ങനെ മറ്റേ പർട്ടിക്കുലർ ആയിട്ടൊന്നുമില്ല, എല്ലാത്തും കൊടുത്തിട്ടുണ്ട്, എവിടെ കിട്ടിയാലും ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? മറ്റേ നോർമൽ ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ ഓക്കെ ആയിരുന്നു, ബാക്കി മുന്നോട്ടുള്ളത് ഫുള്ള് നോവലും അതായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പം ഇയാളുടെ പേരെന്താണ്? ദേവനാഥ്. സ്വദേശം? ഞാൻ തേനിപ്പാലം തന്നെ, യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷ് തന്നെയാണോ എഴുതിയിട്ടുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല, മോഡറേറ്റ് ആയിരുന്നു. ഇതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഒന്നുമില്ല, സിലബസ് ഫോളോ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടുപേർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലോ FLUലോ കിട്ടണം എന്നാണ് ആഗ്രഹം. എങ്ങനെയായിരുന്നു ഒരു എക്സാം പ്രിപ്പറേഷൻ? കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറേ യൂട്യൂബൊക്കെ നോക്കി, പിന്നെ കിട്ടുന്ന ബുക്കൊക്കെ റെഫർ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളു. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നങ്ങനെ പ്രത്യേക ആഗ്രഹമുണ്ടോ? എനിക്ക് ചെന്നൈയോ തമിഴ്നാട് അടുത്തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലേ നിന്ന്. ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഡൽഹി. ഫൈൻ. ഇയാളുടെ പേരെന്താ? അവന്തിക്. ഏത് സബ്ജക്റ്റിൽ എഴുതിയത്? ഇംഗ്ലീഷ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? സെയിം ആയിട്ടുള്ള പുണ്യം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? JNU തന്നെ. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ?
വലിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല. നോർമലി ബേസിക് ആയിട്ട് എന്തൊക്കെ വായിച്ചു വെക്കണം, അതൊക്കെ നോർമലായിട്ട് ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നോക്കി വെച്ചിട്ട് അവസാനം ബാക്കി അത് നോക്കിയുള്ളൂ. NTA എന്തെങ്കിലും പറയാനുണ്ടോ? NTA പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കറക്റ്റായിട്ട് എക്സാം നടത്തി, എന്നോട് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരെ പോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബെൽറ്റ് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ SST ക്കൊക്കെ ബെൽറ്റ് കഴിപ്പിച്ചൊക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ലായിരുന്നു. നൈസായിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇയാളുടെ പേരെന്തായിരുന്നു? സോന റൻസി. ഓക്കെ, എവിടെയാ വീട്? കുന്നമംഗലം. ഏത് വിഷയത്തിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ്. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇല്ല, പ്രിപ്പറേഷൻ അധികം ഒന്നും ഇല്ലായിരുന്നു. എന്നാലും യൂട്യൂബ് ക്ലാസ്, ഗൂഗിള്, അതൊക്കെ തന്നെ. പ്രപ്പോയ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓ ഉണ്ട്, ഞാൻ അതിൽ ക്ലാസ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രപ്പോയ്സ് എന്നാണ്. സോ നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രിയമുള്ളവരെ, കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരുള്ള മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് കൂടുതൽ ആളുകളും എഴുതിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലായിരുന്നു. ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ എക്സാമിനേഷൻ ഒരു മോഡറേറ്റ് എക്സാമിനേഷൻ ആയിരുന്നു. ഈസി ആയിരുന്നില്ല, എന്നാൽ അത്ര ഹാർഡുമായിരുന്നില്ല. വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ്. പ്രപ്പോയ്സിൻ്റെ സെഷൻ യൂട്യൂബിൽ അറ്റൻഡ് ചെയ്തത് അവർക്ക് വളരെയേറെ സഹായകമായിട്ടുണ്ടായിരുന്നു എന്നും അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. NTA ഭാഗത്ത് നിന്ന് വളരെ സുഗമമായ രീതിയിൽ തന്നെയായിരുന്നു പരീക്ഷ നടത്തിപ്പുണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇനി 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം മേള തന്നെയാണ് വരാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ എക്സാം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.